ഇങ്ങനെ തപ്പിയെടുത്തു. മനസ്സിലായോ നിങ്ങൾക്കൊക്കെ? പിടിയോ? ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായതേ ഇല്ല, എന്നെ കണ്ടുപിടിച്ചേ ഇല്ല. എനിക്ക് തപ്പിയെടുത്തു. ഇതൊക്കെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമല്ലേ ഉർവശി? ഞാൻ ആദ്യമായിട്ട് ക്യാമറയിൽ നിൽക്കുന്ന ഇതാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാമറ നിൽക്കുന്ന ഇതാണ്. ഇത് കണ്ടപ്പോ ഒന്ന് ഹൃദയത്തിലൊരു തരിപ്പുണ്ടായ? എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ അറിയാമോ? ഇത് മുഴുവൻ എന്റെ അച്ഛൻ നോക്കുമായിരുന്നു ഉർവശിയുടെ മുഖത്ത് ഒരു ശ്വാസം ഇങ്ങനെ പയ്യെ ഒന്ന് മിസ് ചെയ്തു. എന്താ അറിയാമോ, അത് എന്റെ ചെറിയ അനിയനാ പാടുന്നത്. ഇത് തമിഴില് കമൽ സാറിന്റെ കളത്തൂർ കണ്ണമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയുടെ ഒരു റീമേക്ക് പോലെ എടുത്ത പടമാണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേരൊക്കെയാണ് നിൽക്കുന്നതൊക്കെ. അപ്പൊ ക്യാമറ അന്നത്തെ വലിയ വലിയ ലൈറ്റ്സാ. അപ്പൊ ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ടിങ്. ലൈറ്റ്സ് ഓൺ എന്ന് പറഞ്ഞതും ഈ ലൈറ്റിന്റെ അകത്ത് നോക്കി ഞാൻ അങ്ങനെ ബോധം കെട്ടങ്ങ് വീണു. അപ്പൊ എൻ്റെ അച്ഛനടുത്ത് ചൂടായി. ആരാ കൊച്ചിനെ വഴക്ക് പറഞ്ഞ? കൊച്ചു ബോധം കിട്ടുമ്പോൾ എന്നെ തോളിലെടുത്തിട്ടുണ്ട്. അച്ഛൻ അപ്പം തന്നെ ഇനി പോയിരുന്നു. ഞങ്ങൾ എൻ്റെ മൂത്തനിയും പാടുന്നതിനകത്ത് ഒരു വരി, എൻ്റെ ഇളയ അനിയനെ എടുത്തുകൊണ്ട് അച്ഛൻ പോകുന്നു. അച്ഛൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനാണ്. അപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു, പ്രേംകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ലജ്ജാവതി എന്ന് വേറൊരു സിനിമയും കൂടെ ചെയ്തിരുന്നു. വിചേട്ടാ സത്യമായിട്ട് ഒന്നും പറഞ്ഞില്ല, ലൈറ്റ്സ് ഓൺ കുറച്ച് ഉറക്കെ പറഞ്ഞു. സാധാരണ ഷൂട്ടിംഗ് സ്പോട്ടിൽ അങ്ങനെ പറയുന്നത് എല്ലാവരും ഒന്ന് അലേർട്ട് ആവാൻ, അത്രേ പറഞ്ഞുള്ളൂ. അതിനിടയ്ക്ക് ആ കൊച്ചു ബോധം കിട്ടൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് പോയി. അപ്പൊ ഈ പാടുമ്പോൾ നേരെ ക്യാമറയ്ക്ക് നേരെ നോക്കി പാടത്തില്ല. അച്ഛൻ്റെ ഹൈറ്റിൽ, അച്ഛൻ്റെ 6'2" ഉള്ള ഹൈറ്റാണ്. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി പാടും. അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ ഒന്ന് പാടും. ക്യാമറ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കത്തില്ല ഞാൻ. എത്ര വയസ്സായിരുന്നു ഉർവശിക്ക്? എനിക്ക് 12, 13. ഇല്ല അത്രയില്ല. ഇല്ല, ഞാൻ ഇവിടെ തന്നെ 5th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാൻ ചെന്നൈ പോയില്ലേ. ഇതൊരു 3ാം ക്ലാസ് അതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പൊ ഇതൊരു ഷൂട്ടിംഗ് ആണെന്നും ഇതിങ്ങനെ വരാൻ പോകുന്നും ഒന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഷൂട്ടിംഗ് സ്പോട്ട് 4 പതിറ്റാണ്ടിന് ശേഷം JB ജംഗ്ഷനിൽ ഇതിങ്ങനെ ഉർവശി ഇരുത്തിക്കൊണ്ട് കാണിക്കുന്നൊന്നും അന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. ഒരിക്കലും ഇല്ല. അയ്യോ, അതൊക്കെ മഹാത്ഭുതങ്ങളല്ലേ. ഒരിക്കലും ഇല്ല. ഞാൻ തന്നെ ഇത് കണ്ടിട്ട് എത്രയോ കാലമായില്ലേ, എത്രയോ നാളായി.